അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ തട്ടിപ്പിന് കൂട്ടുകയാണ് പാർട്ടി ചെയ്തത്. സഹകരണ സ്ഥാപനത്തിൽ പണം അടച്ച് തിരിച്ചു കിട്ടിയില്ല, പണം ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടിയില്ല എന്ന് വന്നാൽ അത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ അത്രയൊരു പരാതി ഗവൺമെൻറ്റിൽ കൊടുക്കും. കാരണം ഗവൺമെൻറ് അന്വേഷിക്കില്ല, പാർട്ടിയിൽ അന്വേഷിച്ചിട്ടില്ല. പാർട്ടി എന്നാ പറയണ്ടേ? ജില്ലാ കമ്മിറ്റിയിൽ വിഷയം വന്നിട്ടില്ലേ? സെക്രട്ടേറിയറ്റിൽ വിഷയം വന്നിട്ടില്ലേ? ഏരിയ കമ്മിറ്റിയിൽ വിഷയം വന്നിട്ടില്ലേ? ഇങ്ങനെ വിഷയം വന്നാൽ LDF ഗവൺമെൻറ്റിലെ ഭരിക്കുന്നത്, പാർട്ടിയിലെ നേതൃത്വം സ്വാഭാവികമായിട്ട് ആ പൈസ തിരിച്ചേൽപ്പിക്കോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടി പറയണ്ടേ? അന്ന് പാർട്ടി മിണ്ടിയില്ലല്ലോ. അപ്പോൾ ഈ തട്ടിപ്പുകാർക്ക് കൂട്ടുകയാണെന്ന് പാർട്ടി ചെയ്തത്, അതിൽ തട്ടിപ്പുകാർക്ക് കൂട്ടുകയാണ് ചെയ്തത്. അതാണത് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ പാർട്ടി പറയണ്ടേ ഈ പണം തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കുന്നില്ല, നടപടി സ്വീകരിക്കണം അന്ന് ഗവൺമെൻറ്റിനോട് പാർട്ടി പറയണ്ടേ? ഗവൺമെൻറ് അന്വേഷിക്കൂലേ? ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കൂലേ? തിരിച്ചു കൊടുപ്പിക്കാനുള്ള നടപടി എന്തേ പാർട്ടി മിണ്ടാതിരുന്നത്? പാർട്ടി തിരിച്ചു കൊടുക്കണമെന്ന് പറയും. പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്താൽ ഡിപ്പോസിറ്റേഴ്സിന് പണം കിട്ടുമോ? അവർക്ക് എത്ര കൊല്ലം അവർക്ക് കാത്തുന്നത്, എത്ര കൊല്ലം ചർച്ച, എത്ര നേതാക്കന്മാരോട് അവർ പരാതി പറഞ്ഞു, എന്നിട്ടും തിരിച്ചു കൊടുപ്പിക്കാൻ പാർട്ടിക്കായില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? തിരിച്ചു കൊടുക്കണമെന്ന് പാർട്ടി നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് പാർട്ടിയുടെ ഗവൺമെൻറ്റല്ലേ, അവർക്ക് അന്വേഷിച്ച് നടപടി സ്വീകരിപ്പിച്ചൂടെ? അത് സ്വീകരിപ്പിക്കാൻ പോയിട്ടില്ലല്ലോ. ഇത്തരം തട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് മാന്യസ്ഥാനം കൽപ്പിച്ചു കൊടുക്കില്ലേ ഇതിന്? യുവജന കമ്മീഷൻ്റെ ചെയർമാനൊക്കെ ആക്കല്ലേ ഇതിന് പാർട്ടി ചെയ്തത്? എന്നാൽ പിന്നെ അങ്ങനെ ആക്കുമ്പം നീ നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റി പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്കുന്ന എന്താ പറയുക? അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ തട്ടിപ്പിന് കൂട്ടുകയാണ് പാർട്ടി ചെയ്തത്. അതാണ് എൻ്റെ കാര്യം. അങ്ങനെ ഒരു നേതാക്കന്മാരുടെ പങ്കായിട്ടല്ല ഞാൻ കാണുന്നത്. അങ്ങനെ ഏതെങ്കിലും നേതാവിന് പങ്കുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ സൊസൈറ്റിയുടെ നടത്തിപ്പുകാർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, അതിന് നേതൃത്വം കൊടുത്തവർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. മറ്റേതെങ്കിലും വലിയ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടാവാനൊന്നും സാധ്യതയും കാണുന്നില്ല. അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആളുകൾ, അതിൻ്റെ ബോർഡ്, അവരാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി. അതാണ് അതിൽ കാണേണ്ടത്. അവരാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി.